So take your textbook, page number 111, my family. We discussed about our family in our previous class, and I'm telling you, paste pictures of your family members in your textbook. Then now we will learn about our house. Next page, 112, my house. Okay, it's about your house. Now we are going to learn about your house. നമ്മുടെ വീടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? Everybody have a house. എല്ലാവർക്കും എന്തുണ്ട്? വീട് ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും വീടുണ്ട് അല്ലേ? വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, നമുക്കൊക്കെ വീടുണ്ടല്ലേ? ചിലപ്പോൾ നമ്മുടെ ഓൺ ഹൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ റെന്റ് ആയിരിക്കാം. എന്നാലും നമുക്ക് എന്താണ്? വീടുണ്ട് അല്ലേ? നമ്മൾ താമസിക്കുന്ന എവിടെയാണ്? ഇൻ അവർ ഹൗസ്. നമ്മൾ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഹൗസിനെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഹൗസിലാണല്ലേ? അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുൻപ് എന്ത് പഠിച്ചത്? അബൌട്ട് അവർ ഫാമിലി. ഇൻ അവർ ഫാമിലി ദേ ആർ grandparents, parents, our brother or sister, and നമ്മളും ഉണ്ടാവും അല്ലേ? നമ്മുടെ ഫാമിലിയിൽ കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ പാരൻസ് ഉണ്ടാവും, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ബേബിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സോ ഇവരുടെ എല്ലാവരുടെയും കൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ വീട് അല്ലേ? സോ ദെൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീടിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും വീടുണ്ട്. വീട്ടിൽ ഒരുപാട് മുറികളും ഉണ്ടാവും അല്ലേ? കുറച്ച് മുറികൾ ഉണ്ടാവാം, കുറെ മുറികൾ ഉണ്ടാവാം, വലിയ വീട്, ചെറിയ വീട്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഹൗസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കൊക്കെ എന്തുണ്ട്? വി ഓൾ ഹാവ് എ ഹൗസ്. സോ എല്ലാവരും അവരുടെ വീടുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, മിസ് ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ വീട് എവിടെയാണ്? വീട്ടില് ഏതൊക്കെ റൂമുകളാ ഉള്ളത്? ആദ്യം നമുക്ക് തനുസിനോട് ചോദിക്കാം അല്ലേ? തനുസ്, can you say about your house? തനുസ്, എന്താണ് മോനെ? തനുസ് ഹെഡ്ഫോൺ ഒരു കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ മോനെ? തനുസ്, ഓക്കെ. മോന്റെ വീടിനെ കുറിച്ചാണ് മിസ് ചോദിച്ചത്. വീട്ടിലെ ഏതൊക്കെ റൂംസ് ആണ് ഉള്ളത്? ഓക്കെ, മോൻ അൺമ്യൂട്ട് ആണ് മോനെ, പക്ഷെ ഓഡിയോ ക്ലിയർ അല്ലാന്ന് തോന്നുന്നല്ലോ. നോ തനുസ്, ഐ കാൺ ഹിയർ യു. മിസ്സിന് വീണ്ടും കേൾക്കാൻ വയ്യാതായല്ലോ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യൂ മോനെ. ദെൻ നമുക്ക് Anvi Radesh. Anvi, can you say about your house? Bedroom ഉണ്ട്. Okay. Bathroom. Okay. Kitchen. Hall. Dining hall. Work area. Okay, enough. അൻവിയുടെ വീട്ടിലുള്ള റൂംസ് ഒക്കെ അൻവി ഇപ്പൊ പറഞ്ഞതല്ലേ? നെക്സ്റ്റ് ഇനി നമുക്ക് ദർശിത് അൺമ്യൂട്ട് ചെയ്തിട്ട് മോന്റെ ഹൗസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. വീട്ടിൽ ഏതൊക്കെ മെയിൻ റൂംസ് ആ ഉള്ളത്? ദർശിത്തും അവിടുന്ന് അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ ഐ കാൺ ഹിയർ യു. ദർശിത്തിന്റെ ഓഡിയോയിലും എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ദർശിത്, മോൻ പറയുന്നത് മിസ്സിനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മോൻ അൺമ്യൂട്ട് ആണ്, പക്ഷെ ഓഡിയോ വരുന്നില്ല. ദെൻ നെക്സ്റ്റ് Arnav, can you say about your house? How many rooms are there? I am living in the flat. Okay. I have 2 bedrooms. Okay. 1 living room. 1 kitchen. 2 bathrooms. Okay.
Okay, very good. Are now living in a flat. Okay. So you have 2 bedrooms and 2 bathrooms, kitchen, etc. Okay. Fine. Then Dion, can you say about your house? Okay. Bedroom, 4 bedroom. 4 bedroom. Room. 2 bathroom. 2 bathroom. Okay. Kitchen. 2 kitchen. Okay. 2 kitchen undo? ഒരാള്. Okay, Mone. Okay, Dion. Fine. Then Anusri, can you say about your house? 2 bedroom. 2 bedroom. Kitchen. 1 kitchen. And sit out. 1 sit out. 1 sit out. Area. Bathroom. Okay, Mole. Okay, fine. Okay. മിസ് ഇത് ചോദിച്ച എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലൊക്കെ ഏതൊക്കെ റൂംസ് ആണ് ഉള്ളത് അല്ലെ? 2 3 ബെഡ്റൂംസ് ഉണ്ടാവാം, ചിലപ്പോ 1 ബെഡ്റൂമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതൊന്നല്ല, ഏതൊക്കെ റൂമുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലേ? ഏതൊക്കെ റൂംസ് ആ ഉള്ളത്? ലിവിംഗ് റൂം ഉണ്ടാവും, ബെഡ്റൂം ഉണ്ട്, ദെൻ കിച്ചൺ, ബാത്റൂം ഒക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ഡൈനിങ് റൂം, ഇങ്ങനെ കുറെ റൂംസ് ഉണ്ടാവും അല്ലേ? ഇനി ആരാ പറയാൻ വേണ്ടി പോന്നേ? ഞാൻ പറയാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, അമാൻ കൈ ഉയർത്തിയിട്ടുണ്ട്. മിസ് കണ്ടു എല്ലാരെയും. യാൻദേവ് അവിടുന്ന് എന്താ ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് കളിക്കാണല്ലോ യാൻദേവേ. ഓക്കെ. 3 bedroom. ഓക്കെ. 2 bedroom. 2 bedroom. Bedroom. And kitchen. 1 kitchen. Okay. Okay, Mone Aman. Okay. Then ആരാണ്? ഓക്കെ, ദക്ഷിണ പറയൂ മോളെ. കിച്ചണിന്റെ ഹോളുണ്ട്, പൂജാ റൂമുണ്ട്, കിച്ചൺ ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. ദെൻ തനൂസ്, ഓഡിയോ ക്ലിയർ ആയോ മോനെ? ഓക്കെ. ഡൈനിങ് ഹാൾ, ബെഡ്റൂം, ഓക്കെ. കിച്ചൺ, ഓക്കെ ഓക്കെ. ഓക്കെ തനൂസ്. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടിലെ റൂംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ ദക്ഷിത്ത് അവിടെ കൈയുയർത്തി നിൽക്കുന്നുണ്ട്, നമുക്ക് ദക്ഷിത്തിനോട് ചോദിക്കാം അല്ലേ? ബെഡ്റൂം, ഓക്കെ. ബാത്റൂം, പൂജമുറി, ഓക്കെ. ആട്. Okay, Mone Dakshit. Okay, fine. Then Angel Maria, can you say about your house? Angel. Angel, എന്താ മോളെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബാത്റൂം, ഹാള്,
Okay. Angel. Angel. Okay, mole, fine. Okay. Okay, മോളെ അവിടെ മോളുടെ ഓഡിയോ എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. ക്ലിയർ ആയി കേൾക്കാനേ പറ്റുന്നില്ല. Then മുഹമ്മദ് സഹൽ, നെക്സ്റ്റ് സഹൽ ആണ് പറയാൻ വേണ്ടി പോകുന്നേ about his house. 2 ആള് 6 bedroom. Okay. 2 kitchen. Okay. bathroom. 2 sit out. Okay, fine. Okay, very good, Monu. Then Joel. Joel Siju, can you say about your house? Sit out. Sit out. Living room. 2 bedroom. Okay. Kitchen. Bathroom. Okay, fine. Okay, good. Then ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരാണ് ഞാൻ പറയാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. വൈഷ്ണവ് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ മോനെ വൈഷ്ണവ്. Bedroom. Okay. Bathroom. Okay. Kitchen. Okay. Sit out. Living room. And house. Dining hall. Okay. Okay, Mone Vaishnav. Very good. Then, okay. Appo, Yandev, can you say about your house? Yandev പറയുന്നുണ്ടോ? Bedroom. Bedroom ഉണ്ട്. Guest room. ഉണ്ട്. Kitchen. Kitchen ഉണ്ട്. Living hall. അങ്ങനെ പറഞ്ഞോ. Living hall. Okay. Storeroom. പൂജാമുറി. പിന്നെയോ ബാത്റൂം. Okay, good. Then ഇപ്പൊ നമ്മൾ എല്ലാവരും ഹൗസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂംസ്. റിദ, do you want to say? One living door. 3 bedroom. Okay. 4 bathroom. Okay. 1 kitchen. Okay. Okay. Okay, fine. Then Joanna. Okay, Joanna Zina കൂടി പറയാൻ കൈ ഉയർത്തിയിട്ടുണ്ടേ. നമുക്ക് മോളോട് ചോദിക്കാം. പറയൂ മോളെ. Bedroom. Bathroom. Kitchen. Okay. It's about our house. Then we will learn about our house. These are the rooms of our house. നമ്മുടെ വീട്ടിലെ ഇമ്പോർട്ടന്റ് റൂംസ് ആണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇത്രയും റൂംസ് എന്തായാലും ഉണ്ടാവും അല്ലേ? പിന്നെ അഡീഷണൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല റൂംസ് ഒക്കെ ഉണ്ടാക്കും. എന്നാലും ഈ 4 റൂംസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എല്ലാ വീടുകളിലുമുള്ള 4 റൂംസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ and bathroom. These 4 are very important in a house. ഇത് 4ഉം എന്താണ് ഒരു വീട്ടില് വളരെ എസെൻഷ്യൽ ആണ് അല്ലേ? ഇത് 4ഉം എന്തായാലും വേണം നമ്മുടെ വീടുകളിൽ. എന്തൊക്കെ? കിച്ചൺ വേണം for preparing food. നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് വേണം? കിച്ചൺ.
Then living room. We must have a living room for watching a TV and reading newspaper for etc. അല്ലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് TV കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പത്രം വായിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ചെയ്യുക മിക്കവാറും നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്നായിരിക്കും. Then another bedroom. Bedroom, we have a bedroom for sleep. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ബെഡ്റൂം വേണം. നമ്മൾ ബെഡ്റൂമിലാണല്ലോ കിടന്ന് ഉറങ്ങാറ് അല്ലേ? അപ്പൊ നമുക്ക് ബെഡ്റൂം വേണം. പിന്നെ എന്താണ്? ബാത്റൂം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് എ ബാത്റൂം അല്ലെ? നമുക്ക് എന്ത് വേണം? ഒരു ബാത്റൂമും വേണം. സോ ഇത് നാലും മറക്കാതെ പഠിക്കുക. എന്താണ്? ഇതൊക്കെ ഒരു വീടിലുള്ള റൂംസ് ആണ് അല്ലെ? ലിവിംഗ് റൂം. സേ വിത്ത് മീ. ശബ്ദത്തിൽ ഒന്ന് അവിടുന്ന് പറഞ്ഞ മിസ്സിന്റെ കൂടെ. ലിവിംഗ് റൂം, bathroom, kitchen, sorry, living room, bedroom, kitchen and bathroom. Okay. നമുക്ക് നമ്മുടെ വീടുകളിൽ എന്തായാലും ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ഈ 4 റൂംസ് എന്തായാലും ഉണ്ടാവും. ബെഡ്റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, ലിവിംഗ് റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്. ഇത് വളരെ ആവശ്യമുള്ളതാണ് അല്ലേ? പിന്നെ എത്ര എണ്ണമാണ് എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും നമ്മുടെ വീടുകളിൽ ഈ റൂംസ് എന്തായാലും ഉണ്ടാവും അല്ലേ? സോ ഇതാണ്. അപ്പൊ നിങ്ങളുടെ എക്സാമിനൊക്കെ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പോ ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കും അല്ലെ? ഇത് ഏത് റൂമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഈ റൂമൊക്കെ തന്നിട്ട് ഏത് റൂമാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മള് എന്തായാലും പഠിച്ചു വെച്ചിട്ട് പറയണം അല്ലെ? ഏത് റൂമാണ് ഇത് എന്നൊക്കെ. ദെൻ നമുക്ക് വീടിനെ കുറിച്ചുള്ള ഒരു റൈം കാണാം അല്ലേ? സോ can you see this? നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ. The different rooms in a house. It's about the room. Children, in which room do we go to sleep? The bedroom. My home has rooms. Can you hear? നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Yes or no? Yes? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇത്? Yes? Okay, okay. Okay then. Children, in which room do we go to sleep? We go to sleep to bedroom അല്ലേ? ഏത് റൂമിലാണ് നിങ്ങൾ കിടന്നുറങ്ങാറ് എന്നാ ചോദിക്കുന്നത് അല്ലേ? ബെഡ്റൂം. നമ്മൾ ഉറങ്ങുന്ന റൂമിനെ നമ്മൾ ബെഡ്റൂം എന്ന് പറയും. The bedroom. And where do we go to brush every morning? The bathroom. Yes, in the bathroom. Our homes have many rooms for different purposes. Let's sing a song. Our house have many rooms for different purposes എന്നാണ് പറഞ്ഞത് അല്ലേ? എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരുപാട് റൂംസ് ഉണ്ടാവും. അതിനൊക്കെ ഓരോരോ ഉദ്ദേശങ്ങൾ ഉണ്ട് അല്ലേ? ഓരോരോ പർപ്പസ് ഉണ്ട്. ബെഡ്റൂം നമുക്ക് ഉറങ്ങാനാണ്, കിച്ചൺ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനാണ്. അങ്ങനെ വീടുകളിൽ കുറെ റൂംസ് ഉണ്ടാവും. ഒക്കെ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? And get to know the different rooms in a house. ഇനി ഒരു റൈമാണ് കേട്ടോ. It's about the rooms of a house. In my bedroom there is a bed, a sheet to cover and a pillow for my head. In the kitchen grab a spoon and plate. Mommy's cooked food, it smells great. In the living room you can watch TV, read the newspaper or have some tea. Have a bath, brush your teeth, wash your face. To do all this, bathroom is the place. ആണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ബെഡ്റൂം, ലിവിംഗ് റൂം, ബാത്റൂം ആൻഡ് കിച്ചൺ. In my bedroom there is a bed, a sheet to cover and a pillow for my head. In the kitchen grab a spoon and plate. Mommy's cooked food,
It smells great. In the living room, you can watch TV, read the newspaper, or have some tea. Have a bath, brush your teeth, wash your face. To do all this, bathroom is the place. കണ്ടോ കണ്ടോ എന്താണ് നമ്മുടെ വീട്ടിലുള്ള 4 റൂംസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ബെഡ്റൂം, ലിവിംഗ് റൂം, ബാത്റൂം ആൻഡ് കിച്ചൺ ഫോർ ഡിഫറെന്റ് പർപ്പസസ്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പല പല റൂംസ് ഉണ്ട് അല്ലേ? ബെഡ്റൂം എന്തിനാണ്? ഉറങ്ങാൻ വേണ്ടിയാണ് അല്ലേ? ഫോർ സ്ലീപ്പ്. ദെൻ ബാത്റൂമോ? നമുക്ക് കുളിക്കണം അല്ലേ? കുളിക്കണം. നമ്മൾ പല്ല് തേച്ച് നമ്മൾ രാവിലെ പോയി ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാൻ നമ്മൾ എങ്ങോട്ട് പോകും? ബാത്റൂമിലേക്ക് പോകും അല്ലേ? ഇതിനൊക്കെ വേണ്ടി നമുക്ക് ബാത്റൂം വേണം. നമുക്ക് എപ്പോഴെങ്കിലും മുഖം കഴുകാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എങ്ങോട്ട് പോകും? ബാത്റൂമിലേക്ക് പോകും അല്ലേ? ദെൻ ലിവിംഗ് റൂം ഉണ്ട്. ലിവിംഗ് റൂം എന്തിനാ? നമുക്ക് ഇരുന്ന് TV കാണണം. പിന്നെ എന്താണ്? നമ്മൾ ഇപ്പോ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോ എവിടെ ആയിരിക്കും ഉണ്ടാവുക? മിക്കവാറും ലിവിംഗ് റൂമിലായിരിക്കും. ചില ആളുകൾ ബെഡ്റൂമിലായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല റൂംസ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഓക്കേ, അപ്പൊ കേട്ടോ റൈമ്? ഇഷ്ടായോ? ഒരു തവണ കൂടി കാണണോ? കാണണോ? എത്ര പേർക്ക് ഒരു തവണ കൂടി കാണണം? നോക്കട്ടെ. ഓക്കെ, കുറെ പേര് ഒരു തവണ കൂടെ കാണണം എന്ന് പറയുന്നുണ്ട്. ഒരു തവണ കൂടി മിസ് കേൾപ്പിക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കുക ഏതൊക്കെ റൂംസ് ആണ് ഉള്ളത് എന്നാ പറയുന്നത്. വെറുതെ പിക്ചേഴ്സ് മാത്രം നോക്കരുത്, എന്താ പറയുന്നേന്ന് നോക്കണം കേട്ടോ. ഏതൊക്കെ റൂംസ് ആണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. The different rooms in a house. In my bedroom there is a bed, a sheet to cover and a pillow for my head. In the kitchen grab a spoon and plate. Mommy's cooked food, it smells great. In the living room you can watch TV, read the newspaper or have some tea. Have a bath, brush your teeth, wash your face. To do all this, bathroom is the place. In my bedroom there is a bed, a sheet to cover and a pillow for my head. In the kitchen grab a spoon and plate. Mommy's cooked food, it smells great. In the living room you can watch TV, read the newspaper or have some tea. Have a bath, brush your teeth, wash your face. To do all this, bathroom is the place. കണ്ടല്ലോ അല്ലേ? There are 4 main rooms in a house. Which are they? Living room, bedroom, bathroom and kitchen. So ഇത് 4 നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? My house, it's about our house and there are living room, bedroom, bathroom and kitchen. ഇത്രയും മെയിൻ റൂംസ് ആണ് ഒരു വീട്ടിൽ ഉണ്ടാവുക അല്ലെ? ദെൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട്. എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് പേജില് കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേജ്. നിങ്ങളുടെ മൈ ഹൗസ് എന്നുള്ളതിന്റെ തൊട്ടടുത്ത പേജ് നോക്കുക. അവിടെ ഡ്രോ ലൈൻസ് ടു മാച്ച്. ഈ പിക്ചേഴ്സിനെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള പിക്ചേഴ്സുമായിട്ട് മാച്ച് ചെയ്യിക്കുകയാണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? TV കാണുന്നുണ്ട്, പിന്നെ
എന്താണ് സോഫയിലൊക്കെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ഇത് നമ്മൾ എവിടെ നിന്നാണ്, ഇത് ഏത് റൂമാണ് എന്നുള്ളതിന് എന്ത് ലിവിംഗ് റൂം എന്ന് വരച്ചിട്ടുണ്ട് അല്ലെ. ലിവിംഗ് റൂമിലോട്ട് ഒരു ലൈൻ വരച്ചിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ബാക്കിയുള്ള 3 എണ്ണവും ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ഒരു കുട്ടി എന്താണ് കുളിക്കുന്നുണ്ട് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? കുളിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെ നിന്നാണ് കുളിക്കുക? കിച്ചണിലാണെങ്കിൽ കിച്ചണിലോട്ട് വരയ്ക്കാം, ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിലോട്ട്, ബാത്റൂം ആണെങ്കിൽ അങ്ങോട്ട്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എല്ലാവരും അത് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. അപ്പോ പിന്നെ ഏതൊക്കെയാണ് ഒരു ഹൗസിലെ ഇമ്പോർട്ടന്റ് റൂംസ് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായി പഠിച്ചിട്ട് ഏതൊക്കെയാണ് എന്നൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, ദെൻ നമുക്കപ്പോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്.